തൃശൂർ എരുമപ്പെട്ടിയിൽ 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിൽ കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിപക്ഷ മെമ്പർമാർ. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തിടുക്കപ്പെട്ടാണ് മന്ത്രി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ മഴ പെയ്തു തുടങ്ങിയപ്പോൾ പഞ്ചായത്ത് ഓഫീസിനകത്ത് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ചോർന്നൊലിച്ച് വെള്ളം കെട്ടി നിൽക്കുകയാണെന്നും പ്രധാനപ്പെട്ട ഫയലുകളും ഫർണിച്ചറുകളും ഉപകരണങ്ങളും നശിച്ചു പോവുകയാണെന്നും കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. ഇതുമൂലം ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാലും കുന്നംകുളം MLA AC മൊയ്തീനും ചേർന്ന് നടത്തിയ അഴിമതി തുറന്നു കാട്ടുന്നതാണിതെന്നും മെമ്പർമാർ പറഞ്ഞു. മഴ പെയ്താൽ കംപ്ലീറ്റ് വെള്ളം പഞ്ചായത്ത് ഓഫീസിനകത്ത് കെട്ടി നിൽക്കുകയും അതിനകത്തുള്ള ഫയലുകൾ നശിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ഏകദേശം 95 ലക്ഷം രൂപ MLA ഫണ്ടും ഏകദേശം 1,80,00,000 രൂപ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടും ഉപയോഗിച്ച് പണിത് ഈ പഞ്ചായത്ത് കെട്ടിടം എങ്ങും എത്താത്ത രീതിയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ബസന്തലാലിന്റെ നേതൃത്വത്തിൽ അതുപോലെ ഇന്നത്തെ ഇവിടുത്തെ MLA AC മൊയ്തീന്റെ ഒത്താശയോട് കൂടെ നടന്നിട്ടുള്ള വലിയൊരു അഴിമതിയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ കെട്ടിടം. നമുക്കറിയാം, എരുമപ്പെട്ടി പഞ്ചായത്തിൽ നിന്ന് അന്നത്തെ ഭരണസമിതി പണിതിട്ടുള്ള ഒട്ടുമിക്ക കെട്ടിടങ്ങളും, ഉദാഹരണത്തിന് കരിയന്നൂർ അംഗൻവാടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഇന്നും മഴ പെയ്താൽ കംപ്ലീറ്റ് വെള്ളം അംഗൻവാടിക്ക് അകത്ത് നിൽക്കുന്നൊരവസ്ഥയാണുള്ളത്. തീർച്ചയായിക്കൊണ്ടും ഇതിനെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധമുണ്ട്.